iOS 17 ബീറ്റ വേർഷൻ 2 ഇന്നലെ റിലീസായിരുന്നു. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ് ഹിസ്റ്ററിയിൽ നമുക്ക് പുതിയ 1-2 സെറ്റിംഗ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട് നമുക്ക് അപ്ഡേറ്റ് നൗ എന്ന് പറഞ്ഞ സെക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ അപ്ഡേറ്റ് ടുനൈറ്റ് എന്നും പറഞ്ഞൊരു സെക്ഷനും നമുക്ക് ഇവിടെ അപ്ഡേറ്റിൻ്റെ ആ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഒന്ന് അപ്ഡേറ്റ് നൗ ഉണ്ട്, അപ്ഡേറ്റ് ടുനൈറ്റ് ഉണ്ട്. അപ്ഡേറ്റ് ടുനൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് രാത്രിത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴാണ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുന്നത് ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് ആ സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് മാറുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ ഇത് 12 Pro ആണ്. 12 Proയിൽ വന്നിരിക്കുന്ന ഫയൽ സൈസ് എന്ന് പറഞ്ഞാൽ 1.3 GB ആണ് എനിക്ക് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത്. അടുത്തൊരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ്. ഇപ്പോൾ അതിൻ്റെ ലോക്ക് സ്ക്രീൻ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ലോക്കിൻ്റെ ആ ഒരു സ്ക്രീൻ ഫോണ്ട് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രസ് ഹോൾഡ് ചെയ്തിട്ട് കസ്റ്റമൈസ് കൊടുക്കുന്നുണ്ട്. ലോക്ക് സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നമുക്കിവിടെ ഇതിൻ്റെ ഫോണിൻ്റെ സൈസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് 17 ബീറ്റ 1 ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഞാൻ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ അത് കാണിക്കാൻ വിട്ടുപോയി. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് നമുക്കിവിടെ കൺട്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ചെറിയൊരു സൈസ് വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു മിനിമം ലുക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു നമുക്ക് ഷോർട്ട് കട്ട്സിൻ്റെ ഒരു ഐക്കൺ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട്സിൻ്റെ ഈ ഒരു ബീറ്റ വേർഷൻ 2 നമുക്ക് ഷോർട്ട് കട്ട്സ് ഐക്കൺ നമുക്ക് ഒരു സ്പെസിഫിക് ഷോർട്ട് കട്ട് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫോൺ ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ഷോർട്ട് കട്ട് റൺ ആക്കുകയാണെങ്കിൽ എൻ്റെ ഫോൺ എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഞാനൊരു ഫോൺ ഓഫ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടും എൻ്റെ ഫോൺ ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. മുമ്പ് നമുക്കിത് വർക്ക് ആവത്തില്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഷോർട്ട് കട്ട്സ് ആപ്പ് ഓപ്പൺ ആവുമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു ബീറ്റ 2 നമുക്ക് ഒരു സ്പെസിഫിക് ഷോർട്ട് കട്ട് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഷോർട്ട് കട്ട്സിൻ്റെ ആ ഒരു സെറ്റിംഗ് നമുക്കിവിടെ ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് iOS 17 നമുക്ക് പുതിയൊരു വാൾപേപ്പർ വരുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് വാൾപേപ്പർ ഓപ്പൺ ആക്കുന്നുണ്ട്. ആഡ് വാൾപേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വാൾപേപ്പർ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് iOS 17 പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വാൾപേപ്പറാണ്. ഇവിടെ കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഡെപ്ത് എഫക്റ്റ് നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മാറുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ഐക്കൺ യൂസ് ചെയ്ത് നമുക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് മോഡ് നമുക്കിവിടെ സ്വിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യാൻ വിട്ടുപോയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നതല്ല. അതായത് iOS 17 ബീറ്റ 2 വന്നിരിക്കുന്ന ചേഞ്ച് ഒന്നുമല്ല, നമ്മുടെ iOS 17 വന്നിരിക്കുന്ന ബീറ്റ 1 വന്നൊരു ചേഞ്ചാണ് ഇത്. പിന്നെ അടുത്ത മേജർ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് ക്ലോക്കിന് ഇപ്പോൾ പുതിയൊരു വിഡ്ജറ്റ് വന്നിട്ടുണ്ട്. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് വിഡ്ജറ്റ് നമുക്ക് ക്ലോക്കിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ കണ്ടും അത്യാവശ്യം വളരെ നല്ല രീതിയിലൊരു ക്ലോക്കാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് പുതിയൊരു വിഡ്ജറ്റ് ജസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ക്ലോക്കിന് പുതിയൊരു വിഡ്ജറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചധികം വിഡ്ജറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടും നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഒരു ക്ലോക്കാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചതുരത്തിലുള്ളൊരു ക്ലോക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളറിലൊരെണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും 2 ക്ലോക്കാണ് നമുക്ക് ഈ ഒരു iOS 17 ബീറ്റ 2 നമുക്ക് കിട്ടിയിരിക്കുന്ന 2 ക്ലോക്കെന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാൾപേപ്പറുമായിട്ട് ബ്ലെൻഡായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ക്ലോക്ക് ആയിരിക്കും. നമുക്ക് വാൾപേപ്പറുമായിട്ട് ബ്ലെൻഡ് ആവത്തില്ല. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, നോർമലായിട്ടുള്ള ക്ലോക്കാണ്. ഇത് പക്ഷേ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലോക്കാണിത്. അതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഹോം സ്ക്രീനിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോക്കാണ്. അടുത്തൊരു അപ്ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്നത്, അതായത് നമുക്ക് എയർ ഡ്രോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെയും കുറച്ച് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ജസ്റ്റ് ഒരു ഐറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് എയർ ഡ്രോപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റായിട്ട് വാങ്ങിച്ചൊരു വയർലെസ് ചാർജറാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ നല്ലൊരു ചാർജറാണ് ഇത്. നമുക്ക് 3 ഡിവൈസ് അറ്റാച്ച് ചെയ്യാൻ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഐഫോൺ, ആപ്പിൾ വാച്ചും എയർപോഡും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് വയ്ക്കുന്ന എയർ ഡ്രോപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് പോയിട്ട് എയർ ഡ്രോപ്പ് ഒന്ന് ഓൺ ആക്കുന്നുണ്ട്. ജസ്റ്റ് എയർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. എയർ ഡ്രോപ്പിൽ പോവുക. ഇപ്പോൾ ഞാൻ എയർ ഡ്രോപ്പ് കൊടുക്കുവാണെങ്കിൽ നമുക്കിവിടെ കണ്ടിട്ട് നമുക്ക് അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. മുമ്പ് നമുക്ക് സെൻട്രലായിട്ടായിരുന്നു വന്നിരുന്നത്. ഇത് നമുക്ക് iOS 17 ബീറ്റ 1 ഉണ്ടായിരുന്ന ഫീച്ചറാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അക്സെപ്റ്റ് കൊടുക്കുവാണ്. അക്സെപ്റ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഫയൽ നമുക്കിവിടെ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഫയൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും എയർ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതേ ഫയലിനെ ഞാൻ ജസ്റ്റ് തിരിച്ച് എയർ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു. എയർ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതാണ് ഇവിടെ കണ്ടിട്ട് നമുക്ക് ഈ 2 ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാട്ടും ഡോണ്ട് സീ പീപ്പിൾ നിയർ ബൈ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 2 ഡിവൈസ് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പുതിയതായിട്ട് ബീറ്റ 2 വന്നിരിക്കുന്ന ഫീച്ചറാണിത്. നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പേരും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ NFC പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഈ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ നെയിം ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ഇപ്പം എയർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഈ രീതിയിൽ നമുക്ക്
യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിപ്പം പുതിയതായിട്ട് ഈ ഒരു ബീറ്റ 2 വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണിത്. പക്ഷേ നമുക്ക് 16.5 നമുക്ക് ആ ഒരു ഫീച്ചർ വന്നിട്ടില്ല. പിന്നെ ഉടനെ തന്നെ അടുത്ത നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ 16.5 ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത് ചെയ്തില്ല. നമ്മുടെ 14 Pro Maxലേക്ക് നമുക്കൊരു അപ്ഡേറ്റ് വന്ന് നിൽപ്പുണ്ട്. 16.5.1 വന്ന് നിൽപ്പുണ്ട്. ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ റിവ്യൂ ഉടനെ തന്നെ നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് iOS 17 ബീറ്റ 2 നമുക്ക് നെയിം ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ ഒഫീഷ്യലായിട്ട് അവർ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. മുമ്പ് നമ്മുടെ ബീറ്റ 1 നമുക്ക് നെയിം ഡ്രോപ്പ് വർക്ക് ആവത്തില്ലായിരുന്നു. പക്ഷേ നമുക്കിപ്പം നമ്മുടെ ഈ ഒരു ബീറ്റ 2 നമുക്ക് നെയിം ഡ്രോപ്പ് എന്ന ഫീച്ചർ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ രണ്ട് ഡിവൈസും iOS 17 മാത്രമേ നിങ്ങൾക്ക് ഒരു നെയിം ഡ്രോപ്പ് വർക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കണക്ക് നമുക്ക് നെയിം ഡ്രോപ്പ് രണ്ട് ഡിവൈസ് അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ കോൺടാക്ട്സ് നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് കാർഡൊന്നും കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ രീതിയിൽ സിമ്പിളായിട്ട് തന്നെ രണ്ട് ഐഫോൺ തമ്മിൽ നമുക്ക് നെയിം ഡ്രോപ്പ് യൂസ് ചെയ്ത് കോൺടാക്ട്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ സെക്ഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട് താഴെ നമുക്കൊരു പ്ലസ് ഐക്കൺ ഉണ്ട്. ഈ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് നമുക്ക് ആഡ് ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷേപ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡയഗണലിൻ്റെ ഒരു ഷേപ്പ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പുതിയതായിട്ടൊരു ഗ്രീൻ ഐക്കൺ കിട്ടുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ ഐക്കൺ നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ട് നമുക്ക് ഒട്ടുമിക്ക കുറച്ചധികം ഷേപ്സ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഷേപ്പ് നിങ്ങൾക്ക് ഈ രീതിയിൽ നിൽക്കിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഈ സ്ക്വയർ രീതിയിൽ നമ്മൾ ഈ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പല പല ഷേപ്പാക്കി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഒരു സ്ക്വയർ രീതിയിലാണ് മാക്സിമം അത് യൂസ് ചെയ്യേണ്ടത്. ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചറാണ്. iOS 17 ബീറ്റ 2 വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഈ തരത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മൾ iOS 17 ബീറ്റ 1 നമ്മൾ പറഞ്ഞ വളരെ നല്ലൊരു ഫീച്ചറാണ് സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡിൽ ഇപ്പം പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റാൻഡ് ബൈ മോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പുതിയൊരു സെക്ഷൻ കൂടെ വന്നിട്ടുണ്ട്. ഷോ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോഗിൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റാൻഡ് ബൈ മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ സ്റ്റാൻഡ് ബൈ മോഡിൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. മുമ്പ് നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മുടെ ഫോണിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റാൻഡ് ബൈ മോഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് ബൈ മോഡിൻ്റെ ആ മുമ്പ് നമ്മുടെ 17 ബീറ്റ 1 ഉണ്ടായിരുന്ന ഒരു സെക്ഷൻ ഇതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ബൈയിൽ നമുക്ക് iOS 17 ബീറ്റ 2 നമുക്ക് ഷോ നോട്ടിഫിക്കേഷൻ പറഞ്ഞ ടോഗിൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓൺ ആക്കി വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ടൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്ത വളരെ നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് ഫേഡ് നമ്മുടെ മ്യൂസിക്കിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു 17 ബീറ്റ 1 നമ്മൾ സെറ്റിങ്സിൽ മ്യൂസിക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ക്രാഷ് ആവുന്നൊരു കാര്യം ഞാൻ കാണിച്ചായിരുന്നു ഓൾറെഡി. ഇപ്പോൾ നമുക്ക് ക്രോസ് ഫേഡ് ഇപ്പോൾ നമുക്ക് ഫോണിൽ ഇനേബിൾ ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടിട്ട് നമുക്ക് ക്രോസ് ഫേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓണും ഓഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രോസ് ഫേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സോങ് തമ്മിലുള്ള ചേഞ്ച്. ഇപ്പോൾ ഒരു സോങ് തീർന്നിട്ട് അടുത്ത സോങ് തുടങ്ങുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ആ ഒരു സോങ്ങിൻ്റെ വോളിയം ഒന്ന് ഫെയ്ഡായിട്ട് പിന്നെ അടുത്ത സോങ്ങിലേക്ക് പോകുന്നതായിരിക്കും, സ്മൂത്തായിട്ട് പോകുന്നതായിരിക്കും. അതിനുള്ള ഡ്യൂറേഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. കണ്ടും 1 സെക്കൻഡ് തൊട്ട് 12 സെക്കൻഡ് വരെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ക്രോസ് ഫേഡ് വളരെ നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ്. പെട്ടെന്ന് തന്നെ ഒരു സോങ് തുടങ്ങുന്നതിന് പകരമായിട്ട് നമുക്ക് ക്രോസ് ഫേഡ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ആയിട്ടൊരു ട്രാൻസിഷൻ ആയിരിക്കും രണ്ട് സോങ്സ് തമ്മിൽ വരുന്നത്. പിന്നെ ഒരു ക്രോസ് ഫേഡ് നമുക്കിപ്പോൾ ഏതെങ്കിലും സോങ് റിപ്പീറ്റ് ഇട്ട് കേട്ടാലും നമുക്ക് ആ റിപ്പീറ്റ് ഇട്ടാലും ആ ഒരു സോങ് തന്നെ നമുക്ക് ക്രോസ് ഫേഡിൽ വർക്ക് ആവുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത സോങ്ങിലേക്ക് മാത്രം പോകത്തില്ല. നമുക്ക് റിപ്പീറ്റ് ഇട്ടാലും ആ ഒരു സോങ്ങിൽ നമുക്ക് ക്രോസ് ഫേഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു iOS 17 ബീറ്റ 2 ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് എന്തിനുള്ളതാണ് ഇതുവരെ ആപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ പോയിട്ട് ലൊക്കേഷൻ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിസ്റ്റം സർവീസസ് കിട്ടുന്നതായിരിക്കും. ഇത് ഓപ്പണാക്കി താഴെ വന്നതിന് ഇവിടെ കണ്ട് മൈക്രോ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ടോഗിൾ നമുക്കിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്തിനുള്ളതാണ് ഇതുവരെ ആപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് എന്തിനുള്ളതാണ് നമ്മുടെ ഒരു ഫോളോ അപ്പ് വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഇപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തിനുള്ളതാണ് ഇതുവരെ ആപ്പിൾ പുറത്തു വിട്ടിട്ടില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത ബീറ്റയിലായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഫംഗ്ഷൻ നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കൂടി നമ്മുടെ iOS 17 ബീറ്റ 2 നമുക്ക് പുതിയതായിട്ട് സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് iOS 17 ബീറ്റയിൽ വന്ന വളരെ നല്ലൊരു ഫീച്ചറാണ് ചെക്കിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ നേരെ താഴേക്ക് വന്ന് മെസ്സേജസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്കിൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ചെക്കിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് എത്തിയോ ഇല്ലയോ എന്ന് നമ്മുടെ ഏതെങ്കിലും കോൺടാക്റ്റിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ഫീച്ചറാണ് ചെക്കിൻ എന്ന് പറയുന്നത്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മെസ്സേജസ് ആപ്പ് വഴിയാണ് ഈ ഒരു ചെക്കിൻ്റെ ഫീച്ചർ വർക്ക് ആവുന്നത്. നമ്മുടെ ലൊക്കേഷനും ബാറ്ററിയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു കോൺടാക്റ്റോട് ഷെയർ ചെയ്താണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയോ ഇല്ലയോ എന്ന് അവർ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡേറ്റ നമുക്ക് ആ ഒരു കോൺടാക്റ്റായിട്ട് പോകണമെന്നാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടിട്ട് നമുക്ക് ലിമിറ്റഡ് ഉണ്ട്, ഫുള്ളും ഉണ്ട്. നമ്മുടെ ഫുൾ ഡേറ്റ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ഡേറ്റയെ നമുക്കിവിടെ
കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ ലിമിറ്റഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കറണ്ട് ലൊക്കേഷൻ നമുക്ക് ഒരു സിംഗിൾ ലൊക്കേഷൻ മാത്രമായിരിക്കും കാണുന്നത്. പക്ഷേ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലിമിറ്റഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ പോയ റൂട്ട് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫുൾ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലിമിറ്റഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ ആവുന്ന ഡേറ്റ നിങ്ങൾക്ക് ഈ രീതിയിൽ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ക്ലോക്ക് സെക്ഷനിലാണ്. ക്ലോക്കിൽ ടൈമറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടിട്ട് നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ടൈമർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ടൈമറിൻ്റെ കറക്റ്റ് ടൈമിംഗ് എത്രയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ടും ഈ ഒരു ടൈമർ 2 മിനിറ്റുള്ളതാണ്, 8 മിനിറ്റ് നമ്മുടെ കറക്റ്റുള്ള ടൈമർ എത്രയ്ക്കുള്ളതെന്ന് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എത്ര സമയം കൊണ്ട് ഇത് ഓടുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി അറിയാൻ പറ്റും 8 മിനിറ്റിൻ്റെ ഒരു ടൈമറാണിത്. 8 മിനിറ്റിൽ ഇത്ര സമയം നമ്മളിപ്പോൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് താഴേക്ക് വന്നാൽ നമ്മൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത ടൈമർ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു സെക്ഷൻ മുമ്പത്തെ നമ്മുടെ അപ്ഡേറ്റിൽ നമുക്ക് ലഭ്യമല്ലായിരുന്നു. ഇപ്പോൾ നമുക്കത് വന്നിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഈ ഒരു ടൈമറിൻ്റെ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ കുറച്ചുകൂടെ സൈസ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടൈമറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന സഫാരിയിലാണ്. സഫാരിയിൽ നമുക്ക് പ്രൈവറ്റ് ബ്രൗസർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് സഫാരിയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബീറ്റ 1 ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു പ്രൈവറ്റ് ടാബ് നമ്മളിപ്പോൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫേസ് ഐ ഡിയുടെ ആവശ്യം വരുന്നതാണ്. ഇവിടെ കണ്ട് നമുക്ക് ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൈവറ്റ് ബ്രൗസറിങ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പ്രൈവറ്റ് സെക്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ബ്രൗസിംഗ് സെക്ഷനിൽ നമുക്ക് ഇവിടെ കണ്ടും പ്രൊഫൈൽസ് നമുക്കിപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പ്രൊഫൈൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ട് എനിക്ക് പേഴ്സണൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, പ്രൈവറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇത് നമുക്ക് സെറ്റിങ്സിൽ സഫാരി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സഫാരിക്കകത്ത് പോയി കഴിയുവാണെങ്കിൽ താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പ്രൊഫൈൽസിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ന്യൂ പ്രൊഫൈൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഐക്കൺ വേണമെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡാർക്ക് മോഡ്, വൈറ്റ് മോഡ് അതൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ ഐക്കൺ വേണം ഇവിടെ ജസ്റ്റ് ആ ഒരു ഐക്കൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊഫൈൽസ് നിങ്ങൾക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് പേഴ്സണൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈൽ മാത്രം നമുക്ക് ഡിലീറ്റ് ആവത്തില്ല. അത് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ്. അല്ലാതെ നമുക്ക് വേറെ ഏത് പ്രൊഫൈൽ എടുത്താലും നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. പക്ഷേ പേഴ്സണലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ കാണത്തില്ല. ഇത് നമ്മുടെ നോർമൽ നമ്മുടെ സഫാരിയിലായിട്ട് ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് പേഴ്സണൽ. അടുത്തായിട്ട് നമുക്ക് iOS 17 ബീറ്റ 1 എന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റിൽ നമുക്കൊരു പോസ്റ്റർ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോൺടാക്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലൊരു കോൺടാക്റ്റിൽ ഒരു പോസ്റ്റർ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. ഇയാൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റർ ആയിരിക്കും കാണിക്കുന്നത്. ഇതേ കണക്കാണ് നമ്മളും ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമുക്കും അവരുടെ ഫോണിൽ കാണിക്കാൻ പറ്റിയ പോസ്റ്റർ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഫോണിൽ സിമ്മില്ല, അതുകൊണ്ടാണ് എനിക്കത് എൻ്റെ ഫോണിൽ കാണിക്കാൻ പറ്റാത്തത്. ഇത് എൻ്റെ വേറൊരു പേഴ്സണൽ നമ്പറാണ്. അതിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് ചെയ്യുന്ന പോസ്റ്റർ ഇതാണ്. ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് സെക്ഷൻ വരുന്നതായിരിക്കും. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമൈസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റർ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഇമോജിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കുറച്ചധികം ഇമോജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്പർ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പറിൻ്റെ സൈസും കാര്യങ്ങളും ഫോണ്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു കോൺടാക്റ്റിൻ്റെ പോസ്റ്റർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു iOS 17 ബീറ്റ 2 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫീച്ചർ നമുക്ക് ഷോർട്ട് കട്ട്സിൽ പുതിയതായിട്ടൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമേഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ട്രാൻസാക്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചധികം ഓപ്ഷൻസ് നമുക്കിവിടെ അധികം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഉണ്ട്, ട്രാൻസിറ്റ് ഉണ്ട്, ആക്സസ് ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് കട്ട് നമുക്കിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ താഴെ വന്ന മെർച്ചൻറ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കട നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പുതിയൊരു ഏതെങ്കിലും ഷോർട്ട് കട്ട് റൺ ആവുന്നതാണെങ്കിൽ ഇവിടെ കണ്ടും റൺ ആഫ്റ്റർ കൺഫർമേഷൻ ഉണ്ട്, റൺ ഇമ്മീഡിയറ്റ്ലി ഉണ്ട്. റൺ ഇമ്മീഡിയറ്റ്ലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചോദ്യമൊന്നും കാണത്തില്ല. ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൺ ആവുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അടുത്തൊരു ഫീച്ചർ നമുക്ക് നോട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നോട്ട് സെക്ഷനാണ് ഇത്. നോട്ടിൽ വന്നിട്ട് ഞാൻ ഒരു PDF എൻ്റെ നോട്ടിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ട് കാണുന്ന രീതി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടും ചെറിയൊരു സെക്ഷനായിട്ട് ഇപ്പോൾ ഒരു PDF കാണുന്നത്. ഈ ഡ്രോപ്പ് ഡൗൺ ആരെ പ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടും വ്യൂ ആസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മീഡിയമായിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതായിട്ടാണെങ്കിൽ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ലാർജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സൈസിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടും അറ്റാച്ച്മെൻറ്റ് സൈസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് നമുക്ക് ഏത് വേണം നമുക്ക് ചൂസ് ചെയ്ത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചറാണ്. അപ്പം എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ഒത്തിരി PDF നിങ്ങളുടെ നോട്ടിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തരത്തിൽ നിങ്ങൾക്ക് ചെറുതായിട്ടും വലുതായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നോട്ട് സെക്ഷനിലും നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് iOS 17 ബീറ്റ 2 ഇപ്പം ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനിയും കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഒരുപാട് ലൈക്ക് ചെയ്യുമ്പോൾ കൂടുതലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.